അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചോദ്യം ഉന്നയിക്കാനുള്ളത്, അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഹരിദാസേട്ടൻ പ്രവർത്തിക്കുന്നു. അയ്യപ്പ ശബരിമലയിലേക്ക് ദർശനത്തിന് പോകുന്ന നിരവധി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള സൽക്കർമ്മം ചെയ്യുന്നതോടൊപ്പം ഒരു വർഷം പോലും പരമാവധി അയ്യപ്പ ദർശനം മുടക്കാത്ത ഒരാൾ കൂടിയാണ് ഹരിദാസേട്ടൻ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിൽ ഹരിദാസേട്ടൻ എവിടെയും ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഈ ഗാന്ധിയൻ മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് തന്നെ ആയിരിക്കും? അല്ല, അതിന് വേറെ ഇതുണ്ട്. ഇപ്പോൾ നിങ്ങൾ വന്ന് ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ അറയിൽ കിടക്കുന്ന ബെൽറ്റ് പച്ച ബെൽറ്റാണ്. എനിക്ക് 18ാമത്തെ വയസ്സായപ്പോൾ 200 കഷ്ണം പറമ്പും നിലവും ഉണ്ടായിരുന്ന എൻ്റെ ആ സ്വത്തുക്കൾ മുഴുവൻ നോക്കിയിരുന്നത് കുഞ്ഞുമരക്കാർ എന്ന് പറയുന്ന ഒരു കാര്യസ്ഥനായിരുന്നു. ആ കാര്യസ്ഥൻ കെട്ടിച്ച ബെൽറ്റ് ഇന്നും എൻ്റെ അറയിൽ. ബെൽറ്റ് പൊട്ടിയാൽ എൻ്റെ സ്നേഹിതന്മാർ ബെൽറ്റ് എനിക്ക് എത്തിച്ചേരാറുണ്ട്, ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ആ ബെൽറ്റാണ് എൻ്റെ അറയിൽ. അതിനും ഒരു ചരിത്രമുണ്ട്. അച്ഛനില്ലാതെ അമ്മ വളർത്തുകയാണ്. അച്ഛൻ ചെറുപ്പത്തിൽ, അതിലേക്ക് ഇപ്പോൾ കിടക്കണ്ട, ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയി. കണ്ണെത്താത്ത ഭൂമി. എൻ്റെ നാട്ടിൽ 43 കുടുംബങ്ങളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് അന്ന് എൻ്റെ അമ്മ ആദ്യമായി ഒരു മുസ്ലിം പള്ളി പണിയിൽ കൊടുക്കുകയാണ്. അതാണ് പോത്തനൂർ ജുമാ മസ്ജിദ്, ഇന്ന് തലയുയർത്തി നിൽക്കുന്ന പള്ളി. പാണക്കാട്, എൻ്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പാണക്കാട് ശിഹാബ് മരിക്കുന്നതിന് മുമ്പ് ആ പള്ളി പുതുക്കി പണി ചെയ്തു. 65 ലക്ഷത്തിനോ മറ്റോ. എന്നെ വിളിച്ചു, ഹരി നീ വരണം, ഞാൻ വരുന്നുണ്ട്, നീ വന്ന് കാണണം. ഞാൻ പോയി. അന്നാണ് അവൾ സംഘടിപ്പിച്ച സദസ്സിൽ ഞാൻ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, അമ്മ കൊടുത്ത സാധനങ്ങൾ, മരങ്ങളും മറ്റു സാധനങ്ങളൊക്കെ അതാ ഒതുക്കി വെച്ചിരിക്കുന്നു, ഒക്കെ പോയി കണ്ടോളൂ. ഞാനൊക്കെ പോയി കണ്ടു. അപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ആദ്യത്തെ പള്ളി, ഈ 43 കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ആദ്യത്തെ പള്ളിയുടെ തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ അന്ന് ഞങ്ങൾക്ക് നെയ്തല്ലൂരും കോൽപ്പാക്കരയിലും അതുപോലെ തന്നെ മാങ്ങാട്ടൂരും തണ്ടലത്തും പോത്തനൂരും ഒക്കെ ആയിട്ട് നിരവധി വസ്തുക്കൾ കിടക്കുകയാണ്. ഒരുപാട് സ്വത്തുക്കൾ നെയ്തല്ലൂരുണ്ട്. ആ നെയ്തല്ലൂരിലെ മുസ്ലിം കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് എൻ്റെ അമ്മ ഇന്നത്തെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ 12ാം വാർഡായിട്ടുള്ള നെയ്തല്ലൂര് അമ്മ മറ്റൊരു പള്ളി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ 2 പള്ളികൾ എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടു വളർന്നവനാണ് ഞാൻ. ഇന്നതൊന്നും ആൾക്കാർ കാണുന്നില്ല. അത് മാത്രമല്ല, ഈ കുട്ടികൾക്കുള്ള ഓത്തുപലക, അന്ന് ഓത്തുപലക എന്നാണ് പറയുക. ഈ തലമുറ മനസ്സിലാക്കണതൊക്കെ, ഈ ഓത്തുപലകയിലേക്ക് മദ്രസയിൽ പോകാനുള്ള ഓത്തുപലകൾ എൻ്റെ കൊലായിൽ, എൻ്റെ കയ്യാലയിൽ ഒരു ആശാരിയെ വരുത്തി അമ്മ ഈ ഓത്തുപലകൾ മുഴുവൻ ഉണ്ടാക്കി മറ്റ് കാര്യസ്ഥന്മാരായ മൊയ്തു, അതുപോലെ തന്നെ മൊയ്തുണ്ണി, ഇവരുടെ അടുത്ത് കൊടുത്തയക്കുകയാണ് ഇന്ന് തന്നെ വീടുകളിലേക്ക്. അതും പോരാ, എൻ്റെ സിമെൻറ്റ് മെറ്റത്ത് വെച്ചാണ് അമ്മ ഈ കുട്ടികളെ കോൽക്കളി പഠിപ്പിച്ചിരുന്നത്. കോൽക്കളി, അതുപോലെ ദമ്പുമുട്ട് പഠിപ്പിച്ചിരുന്നത്. വലിയൊരു പെട്രോമാക്സ് സ്റ്റൂളിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി അതിൻ്റെ മുകളിൽ പെട്രോമാക്സ് വെച്ച് ഇത് പഠിപ്പിക്കുന്നത് കണ്ടവനാണ് ഞാൻ. എങ്ങനെ എനിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും? എൻ്റെ അമ്മ മരിക്കുന്നവരെയും വെട്ടും കുത്തുള്ള റാത്തി